കഴിഞ്ഞ ദിവസം ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ചോദ്യം വന്നൊരു കാര്യമാണ് ഞാൻ എന്തുവാണ് ആ മുഖത്ത് വാരി തേക്കണേ എന്നുള്ളത് അല്ലേ. അപ്പം ആകപ്പാടൊരു പോൺസിൻ്റെ മോയ്സ്ചറൈസറും അതിപ്പോൾ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോക്സ്റ്റൈലിലെ നമ്മുടെ സൺസ്ക്രീനും ഒരു ലിപ് ബാമും സാധാ ഒരു സിമ്പിൾ ലുക്കിൽ ചുന്ദരി കുട്ടിയായില്ലേ എന്ന് ഞാൻ പറയും. നമ്മളെ തന്നെ പറഞ്ഞില്ലേ പിന്നെ ആരെ പറയാനല്ലേ. അപ്പോൾ രാവിലെ തന്നെ നല്ല സുന്ദരി മണിയായിട്ട് പോകുന്നത് എവിടെയാണെന്നറിയാവാ, നമ്മുടെ ഒരു റിവ്യൂ എടുക്കാൻ പോവുകയാണേ. അത് നല്ലൊരു കിഡിലെ റിവ്യൂ ആയിരുന്നു കേട്ടോ. കാര്യം നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നവരോടൊപ്പം ഉണ്ട് നല്ല രീതിയിലുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈമിലും ആ ഒരു റിസൾട്ടുകൾ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അങ്ങനെ സൺഡേ ആയതുകൊണ്ട് കുഞ്ചാപ്പിയെ കൊണ്ടുപോയി നേരെ എൻ്റെ വീട്ടിലാക്കി. കാര്യം യാത്ര കുഞ്ഞുങ്ങളെ കൂടെ ഇട്ട് വെറുതെ നമ്മുടെ യാത്രയ്ക്കിടയിൽ അവരെ കൂടെ എന്തിനായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്, കളിക്കുന്ന ടൈമിൽ അവർ കളിച്ച് നടന്നോട്ടെ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് കേട്ടോ പോകുന്നത്. അപ്പം അങ്ങനെ നേരെ ചെന്ന് കയറിയപ്പോഴത്തേക്കും തന്നെ ഒരുപാട് മനസ്സിന് സന്തോഷം ഉണ്ടായ റിവ്യൂ ആയിരുന്നു. കാര്യം അന്ന് നമ്മളോട് ഇത്രയും ആ ഒരു സ്നേഹത്തിൽ ഇടപെടുമ്പോഴത്തേക്കും എത്രയൊക്കെയാണേലും അവർ ഫേമസ് ഫേസാണ്. അപ്പം നമ്മളൊരുപാട് എന്താ പറയുക, ഒരുപാട് സന്തോഷമാണ് ഇത്രയും നമ്മൾ ആ കൊടുക്കുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു രീതിക്ക് നമ്മളോട് ആ ഒരു തിരിച്ച് സ്നേഹം കിട്ടുന്നത് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടാണ് സ്നേഹം ഇടപെടുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, സ്നേഹമരത്തിൻ്റെ റിസൾട്ട് ഉണ്ടോ. കണ്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ട്. എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളൊരു തോന്നൽ പോലും ആ ഇടപെടലിൽ തോന്നിയില്ല. ശ്രീകുമാർ സാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു നല്ല രീതിക്ക് കിട്ടിയൊരു റിവ്യൂ ആയിരുന്നു. അങ്ങനെ സൺഡേ ആയിട്ട് സൺഡേ സ്പെഷ്യലൊന്നും ഇല്ലാതെ ഈ ഞായറാഴ്ച എടുത്തതല്ല കേട്ടോ, ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ. അപ്പം എഡിറ്റ് ചെയ്യാൻ ഇത്രയും സമയം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന വഴി തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹോട്ടലിൽ നിന്ന് കഴിച്ചെന്ന് പറയാം. ഒരു സദ്യയാണ്, അതിനകത്ത് പായസം അല്ല കേട്ടോ, വേറെ എന്തോ ഒരു കറിയാണ് ഇരിക്കുന്നത്. ഒരു പച്ചക്ക സ്റ്റൂവോ മറ്റോ ആയിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഞങ്ങൾ എവിടെ കയറിയാലും മാക്സിമം ക്വാണ്ടിറ്റി കുറച്ച് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറാണ് പതിവ്. അപ്പോൾ ഒരു സൺഡേ ഇങ്ങനെ പോയി. എന്തായാലും റിവ്യൂ പുറകെ ഉണ്ടാവും.